നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് വന്നിക്കുന്നത് ചക്കയും കൊണ്ടാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പൂളിയും ചേമ്പും കർമ്മൂസൊക്കെ ഇട്ടല്ലേ. അപ്പം ഇന്നൂട്ടൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ നമുക്കിതൊക്കെ ഉണ്ടാക്കാനുള്ള സമയവും ഉണ്ട്. മറ്റേ സ്കൂൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല. നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കലും ചോറും ചാറും കൂട്ടാനും പറഞ്ഞമാതിരി തകൃതിയായിട്ട് ഈ കാരല്ലേ. കൂട്ടാൻ വെക്കാനല്ല കേട്ടോ, ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിൽക്കണേ. കൂട്ടാനൊന്നും മക്കൾക്ക് അത്ര വലിയ ഇഷ്ടമില്ല. പണ്ടത്തെ മാരിക്കലല്ല. പണ്ടത്തെ ആൾക്കാർക്ക് ചക്കക്കൂട്ടാനും പുളൊക്കെ ചെയ്യാറ്. ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ പൊരിച്ചാലല്ല ഇഷ്ടം കേട്ടോ. ഈ ഒരു മുറി ചക്ക പൊരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തിന്നും. അയൽവാസിൻ്റെ പെരേന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ചക്ക. ഞാൻ വിചാരിച്ചു എന്നിപ്പോൾ ഈ കൂട്ടാനും ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മടുപ്പല്ലേ. അപ്പം ഇന്ന് പൊരി അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇന്നലെ പൂളക്കൂട്ട ഉണ്ടാക്കി ഞങ്ങൾ വിട്ടണോ ഒക്കെ എല്ലാ പത്ത വീഡിയോ ചെയ്യാളെ ഇടൽ ഒടുങ്ങിയല്ലേ. ഇടക്കിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടുക. അങ്ങനെ പൊരിക്കാൻ പറ്റിയ നല്ല മൂത്ത ചക്ക കേട്ടോ, വലിയ ചോള. നമുക്കിത് അത്ര റിസ്ക് ഒന്നുമില്ല. ഞാനത് പൊരിച്ചാൻ നല്ല സുഖത്തിന് ചുളന്ന് അരിഞ്ഞിട്ടാണ് പിന്നെ ചട്ടിയിലിട്ടാണ് എണ്ണ പാർന്നാണ്ടൊന്ന് ചൂടാക്കി പൊരിച്ചാൽ കായം പരറ്റാനും ഇതാക്കാനൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് പൊരിച്ചു കൊടുക്കുക. അപ്പം ഞാനിത് വീഡിയോ നിങ്ങൾക്ക് കാട്ടിത്തരട്ടെ എങ്ങനെ പൊരിച്ചിടുന്നത്. എല്ലാവർക്കും അറിയിക്കാറ്, എന്നാലും ഞാൻ പൊരിച്ചിടുന്ന രീതി നിങ്ങൾക്ക് കാട്ടിത്തരാം. അടിപൊളി. ഇതൊക്കെ ഒന്ന് വെട്ടട്ടോ ഞാൻ. എന്നിട്ട് ചുള എരിയുടെ സമയത്ത് ഞാൻ കാട്ടിത്തരാം. എടുക്കാൻ ചുള ആയതുകൊണ്ടേ ഇത് എടുക്കാറില്ല കിട്ടുന്നത്. ചോണിമന്ന് കിട്ടും ചെറിയ ചക്ക ആയിട്ടുണ്ടെങ്കിൽ ഇതിമന്ന് ചക്കച്ചുള കിട്ടാൻ വഴിയിട്ടാണ്. ഇത് എരിയാനും സുഖിക്കാറ് കേട്ടോ. എന്തൊക്കെ വർത്താനം സുഖനല്ലേ അത് ചോദിച്ചാൽ എങ്ങനെയാണ് വീഡിയോ എടുത്ത് പോവലല്ല. അതൊക്കെ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഒന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങനെ നേരെ വീഡിയോ എടുത്ത് അങ്ങനെ പോകും. എന്താണ് എല്ലാവരും കമന്റിലൊക്കെ ഒന്ന് പറയേണ്ടി വീഡിയോന്റെ അഭിപ്രായങ്ങളൊക്കെ. എല്ലാവരും കാണലൊക്കെ ഉണ്ട്, അത്യാവശ്യം ആൾക്കാരൊക്കെ വീഡിയോ കാണലൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാണ്ടാവുള്ളൂ, അല്ലാതെ ഇങ്ങനത്തെ വീഡിയോസുകളൊന്നും ഇല്ല. ഈ ഒരു വീഡിയോ വരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മിനി ഊട്ടിക്ക് പോയ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് പണിയാണ് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഇങ്ങനെയാണ് എടുത്താൽ എന്താ അറിയോ, ഒന്നും നോക്കണ്ട നേരെ ഇങ്ങനെ വിട്ടാൽ മതി. പറയുമ്പോൾ രസമുണ്ട്. അപ്പതാ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടാണെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടി? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. കമന്റ് മാത്രം കേട്ടോ, നിർബന്ധിച്ച് ആരും ചെയ്യിപ്പിക്കണില്ല. അവരാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. വീഡിയോന്റെ അഭിപ്രായമൊക്കെ എന്താന്ന് കമന്റ് ആക്കുക. പിന്നെ അല്ലല്ല, പിന്നെ കുറെ ആൾക്കാർ നമുക്ക് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല നമ്മളോട് വീഡിയോന്റെ ക്ലാരിറ്റിനെ കുറിച്ചിട്ട്. അതിനെന്താ നിങ്ങൾക്ക് അറിയില്ലേ? ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഒരു 5-6 കൊല്ലം മുമ്പുള്ള മൊബൈലല്ലേ അമ്മ? നിങ്ങളെന്താ പെരുന്നാൾ വീഡിയോ ഒന്നും ഇടാഞ്ഞ്? എന്തുകൊണ്ട് എടുത്തില്ല? ചിലപ്പോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നും, അപ്പൊ അങ്ങനെ എടുത്തു വിടും. ചിലപ്പോ അതിന് മൂടൊന്നും ഉണ്ടാവില്ല, അപ്പൊ പിന്നെ ഇടൂല. ഏതായാലും സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പൊ ഇങ്ങനെ കുട്ടികളൊക്കെ വീഡിയോ എടുത്ത് തരാണ്ടാവുമ്പോ നമ്മളെന്നെ എടുക്കും വേണോ, നമ്മളെന്നെ ഒക്കെ അയിമ ചെയ്യണ്ട. അപ്പൊ പിന്നെ നമുക്ക് റമദാൻ മാസം നമുക്ക് നേരം എല്ലാ മാസം ഒരേപോലെ തന്നെയാണ്. പക്ഷെ പണ്ട് സ്കൂൾ കുട്ടൊക്കെ ആകുമ്പോ പിന്നെ ഇപ്പൊ മൊബൈല് കിട്ടൂല. ചിലപ്പോ ചാർജൊക്കെ കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയി അവിടെ കിടക്കുക. അപ്പഴേ ആ വീഡിയോ എടുക്കേണ്ടത് ഇതൊക്കെ തോന്നുക. പിന്നെ അങ്ങനെ പിന്നെ മടി ചെയ്യാൻ. ഇപ്പൊ ഞാൻ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാൻ വന്നപ്പോ സീനു ഞാൻ വീഡിയോ എടുത്തിടാറിനപ്പോ വന്നപ്പോ എടുത്താട്ടോ. എന്താ വേണ്ടത്? പൊരിച്ച് അമ്മ പൊരിച്ച് കാണിച്ചിട്ടെന്നെ. അവർക്ക് കൂട്ടാനൊന്നും ഇഷ്ടമില്ല. നല്ല സുഖം എടുക്കാം കേട്ടോ. ഈ ചോണി കട്ടില്ലാത്ത ചോണി ചക്കണെങ്കിൽ വലിയ ചോണി എന്നതിന് പറയാം. ചക്കമടല് ഇത് ചക്കമടല്, ഇത് ചോണി ചക്കച്ചോള. ഇതിനുള്ളിൽ കുരു എന്തൊക്കെ സാധനങ്ങൾ. ഇതിലും ചക്കമ്മൽ എന്തെല്ലാം ഐറ്റംസ് ആണ് ഉള്ളത്. ചക്ക നല്ലൊരു മരുന്നാണ് മക്കൾ. എന്തിന് ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ മോഡലൊക്കെ പറയാം. നമ്മളവിടുത്തെ ഒരു ലാംഗ്വേജ് ആണ്. പുറത്തിൽ തന്നെ എന്താ പറയാ പല സ്ലാങ്ങും ഉണ്ട് അല്ലേ?
ഇപ്പൊ ഒരു സ്ഥലത്ത് എങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്ത് ശുദ്ധ മലയാളം പറയണവരും ഉണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് ഹോസ്റ്റലിലൊക്കെ പോകണമെന്നേ ഭയങ്കര കളിയാക്കലാണ്. കാരണം നമ്മളത് കേട്ടാണ് നമ്മൾ ഈ എന്താ പറയുക തിരുമ്പിയാണ്ട് നമ്മൾ വിരിക്കുക എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മളിവിടെ ചിക്കുക എന്ന് പറയാം. അപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര ചിരിയാണ്. അതേമാതിരി നമ്മൾ വേസ്റ്റ് തട്ടുക എന്നൊക്കെ അറിയില്ലേ, തട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ചിരിയാണ്. അങ്ങനെയൊക്കെ ഓരോന്നാണ്. ഇടുകയെന്നോ അങ്ങനെ എന്തൊക്കെ ഒരു പറയാം. ഓരോ നാട്ടിൽ ഓരോ ഭാഷ, സ്ലാങ്, ശൈലി. ഓള് വേറെ ഇനി അത് പിന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടാളും താനെ മാറിയെന്ന്. രസമാണ് പുറത്ത് ഹോസ്റ്റലിലൊക്കെ പോയാൽ. എത്ര നമ്മള് പറഞ്ഞാലോ പറയാൻ കഴിയൂല. നമ്മളെ ഭാഷ നമുക്ക് വരും. ഇപ്പളേ അക്കത്താ എനിക്ക് നോക്കിയാണീ ആയിക്കോട്ടെ. നമ്മളെ ഏരിയ കേട്ടോ ചക്കച്ചോളൊക്കെ നമ്മൾ ഇതാക്കും കൂടി ഉണ്ടല്ലേ. അതല്ല പിന്നെ ചാനലാണ് ഈ കാവനൂർ കിച്ചൺ കേട്ടോ. അപ്പോൾ ഇത് തുടങ്ങിയ ടൈമിൽ 2-3 മാസമായപ്പോത്തിന് ആൾക്കാർ അറിയാൻ തുടങ്ങി. ഒരു 1000-ൻ്റെ അടുത്തൊക്കെ എത്തിയില്ലേ. ഇപ്പോഴും അതിന്മേൽ തന്നെ കേട്ടോ നിൽക്കുന്നത്. അപ്പോഴത്തേനും ഉമ്മച്ചിക്ക് കുറവായി. അങ്ങനെ നമ്മളടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കൂലേ, നിങ്ങളാണ് ആ കാവനൂർ. എല്ലാരും ഇങ്ങനെ അറിയുമ്പോൾ ഉമ്മച്ചിനോട് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ഉമ്മച്ചിക്ക് ഒരു കുറവ്. അപ്പൊ ഉമ്മച്ചിക്ക് ആയില്ല പറയട്ടെ, ഉമ്മച്ചിക്ക് കുറവായി. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോത്തിന് അതൊക്കെ എൻ്റെ എടുത്തിടും കേട്ടോ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നാ പറയണത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. പറയണുണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഓലാരല്ലല്ലോ നമുക്കൊന്നും കൊണ്ടുവന്ന് തരുന്നേ. നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പോഴും അയിമല അങ്ങനെ നിക്കണം. അപ്പൊ ഇനിയും ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക്സ്. അങ്ങനെ പറയണവർക്ക് പറയട്ടോ. അപ്പൊ നമ്മളെ ബാധിക്കണ കാര്യമൊന്നല്ല. നിങ്ങൾക്ക് അങ്ങനെ പറയണം തോന്നുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. ആവശ്യമില്ല. അവനാന്റെ കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മളിപ്പോ യൂട്യൂബിൽ ഇറങ്ങിയാണ്ട് നമ്മള് ചാടി കളിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഉറക്കെ പറയാം. നമുക്ക് കുഴപ്പമില്ല, പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. പെരൻ്റെ ഉള്ള കുത്തറാണ് പെരയിൽ ഇതാ ഈ മുറ്റത്തിന്റെ ഈ ചുറ്റും അതിൻ്റെ ഉള്ള കുത്തറിനാണ്ടാണ് നമ്മൾ ചെയ്യണുള്ളത്. അത് ആ റോട്ടുമൊക്കെ ഇറങ്ങാണ്ടൊന്നും നമ്മൾ ചെയ്യണില്ല. ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുമില്ല. ഒരിക്കലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ബാട്ടിൻ്റെ വണ്ടിയിലേ പോവലുള്ളൂ. ഇൻഷാല്ലത്ത് വരെ ഞങ്ങോട്ട് അങ്ങനെ ഇൻഷാല്ലാത്ത ഇനിയും അങ്ങനെ നീക്കാരം ആവട്ടെ. അതേപോലെ കൊടുക്കെങ്കിലൊക്കെ പോകുമ്പോഴുള്ള വീഡിയോ ഒക്കെ ഇടലുള്ളൂ. നമ്മളെ ചക്കൊക്കെ നമ്മൾ എരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ല എരിഞ്ഞെടുക്കുന്ന രീതി നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചു കൊടുക്കണം. വീഡിയോ പാരമ്പര്യം എടുക്കണേ. അത് നമ്മൾ കയ്യിലിങ്ങനെ വെക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ ഇളകി കളിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിമ്മലിൻ്റെ വെക്കാം. ഓരോ ജോലിയോ പുറത്തും പോയി പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒക്കെ ചെയ്യുന്നില്ലേ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ജോലി ഞാനിവിടെ ചെയ്യാം. ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കും ഇങ്ങനെ ഒരാള് ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരു കാലാണ്. കുറച്ച് ചക്കൊക്കെ ഉള്ളെങ്കിൽ ഒരു 5-6 ചുളൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ചെറുതാക്കി കുനികുനിയായി ഇങ്ങനെ ഇങ്ങനെ ആക്കി കേട്ടോ. കുറച്ചൊക്കെ ഉള്ളെങ്കിൽ കുറച്ച് അത്യാവശ്യം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചക്കപ്പൊരി ഉണ്ടാക്കാൻ അല്ലേ. ഉറക്കെ പറഞ്ഞോളൂ. വരുന്നവരൊക്കെ ഉണ്ടാവും. നമ്മൾ സൈഡ് ചക്ക ഇട്ട് ഓരോന്നും ഇങ്ങനെ കണ്ടാണ്ട് ഇങ്ങനെ അരിയാണ് കേട്ടോ. അങ്ങനെ ഇക്കാരെന്നുള്ളൊരു ഊഹത്തില് അരിയാണ്. പിന്നെ നമ്മളെ വീഡിയോ മലപ്പുറംകാർ മാത്രമേ കാണുള്ളൂ, അതോ പുറത്ത് ഏതെങ്കിലും ജില്ലക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇങ്ങനെ മലപ്പുറത്തുനിന്ന് മാത്രമല്ല പുറത്തൊന്നും കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഓലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
കാണലൊക്കെ ഉണ്ടാവും. ഇതിൽ ഒരു വീഡിയോ ഇട്ടത് നമ്മളെ ഹോം ടൂർ ഇട്ടീനിട്ടോ, അത് നമ്മളതിൽ ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കേണ്ടി. വീട് മുഴുവനായിട്ട് ഇട്ടണ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. വീഡിയോ ഇട്ടില്ല. ഇപ്പം നമ്മൾ പുറത്തിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ കുറേ വണ്ടി പോണ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കും കേട്ടോ. രണ്ട് മൂന്ന് ഒക്കെ ആ കല്ലുമെന്ന് നിൽക്കി. ആ കല്ലുമെന്ന് അങ്ങോട്ട് പൊന്തിക്കാൻ കാരണം തന്നെ നമ്മൾ വീട്ടിൽ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുകയെന്നുണ്ടെങ്കിലോ ഇങ്ങനെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, ബുദ്ധിമുട്ടാണ് ഇങ്ങനെ റോഡ് സൈഡിലായതുകൊണ്ട്. റോഡ് സൈഡ് ആവും വേണം. അങ്ങനെ ആവും വേണം. അതാണൊരു സുഖം കേട്ടോ റോഡ് സൈഡ് ആവുമ്പോൾ. ആരെ വാതിക്കെ കൂടി പോകണ്ടല്ലോ, അവനാൻ്റെ റോട്ടിൽ നിന്ന് അവനാൻ്റെ പെരേക്ക് കാലിക്കല്ലോ. പക്ഷെ ബാട്ടിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അന്ന് അങ്ങനെ സ്ഥലം കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. റോഡ് സൈഡിൽ പിന്നെ ചോദിക്കും എന്താണ് നിങ്ങൾ ഹസ്ബൻഡിന് ജോലി എന്നൊക്കെ ചോദിക്കലുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അല്ലേ ഓട്ടോറിക്ഷ ഓടലാണ്. ഓട്ടോറിക്ഷ ഓടിയിട്ട് തന്നെയാണ് ഹോം ടൂറുകൾ കണ്ടു നോക്കി ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കിയത്. മാഷാ അല്ലാഹ്. അല്ലാതെ ഗൾഫിൽ പോയാണ്ടൊന്നുമല്ല കേട്ടോ. ഓട്ടോറിക്ഷ ഓടിയാലും നമുക്ക് ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കാം. പക്ഷെ അതിന്റെ പണി മൊത്തത്തിൽ ഒരു വട്ടാണ് എടുത്തപ്പോൾ കഴിച്ചതല്ല, ഓരോ ഘട്ടമായിട്ടാണ് കഴിച്ചതും. പക്ഷെ എന്നാലും പണി ഇനിയും തീർന്നില്ല കേട്ടോ. ഇനിയും കബോർഡ് വർക്ക് എന്നാലും ഒരു ഏകദേശം പണിയൊക്കെ തീർന്നു. ഇല്ലാത്തൊരു വാടകക്ക് പാർക്കുള്ള എത്ര വിഷയം നമുക്ക് നമ്മളത് സ്വർഗം. അതാ ഞാൻ പറഞ്ഞ സ്വപ്ന ഭവനം പറഞ്ഞു. എൻ്റെ സ്വപ്ന ഭവനം എന്നാട്ടോ എൻ്റെ ആ ഹോം ടൂറിന് ഞാൻ ഇട്ട പേര്. എൻ്റെ സ്വപ്ന ഭവനം തന്നെയാണ്. ചക്ക പൊരിക്കാളെ ചക്ക കണ്ടില്ലേ, ഒക്കെ നുറുക്കി വെച്ചിട്ടോ. കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയില ഒന്നും പറയണ്ട. ഈ ഒരു രീതിയിൽ എന്താ പറയാ, മോഡലിൽ പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ഒന്നുമില്ല. എങ്ങനെ ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടോ. ഒരു അരമുറി ചക്ക എടുത്തു. പക്ഷെ വലിയ ചക്ക ആയതുകൊണ്ട് ഇനി കൂര് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാക്കി വെച്ചിട്ട് മിഞ്ഞാന്ന് നമ്മൾ കറി വെച്ചത് നിങ്ങൾ കണ്ടില്ലേ, അതേപോലെ വെക്കാനാണ് കേട്ടോ. ചക്ക മടൽ തൊടു കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ഇതിന് ഒഴിവാക്കാനുള്ള ഇതൊക്കെയാണ്. അതിൽ കുരുണ്ടോ? കുരൊക്കെ എടുത്ത് ഫുള്ളെടുത്തു. പൊരിക്കണ രീതി നിങ്ങൾക്ക് കാട്ടിത്തരാം. നമ്മളറിയുമ്പോൾ രാവിലെ അടിച്ചേരി പോയതാട്ടോ. മദ്രസക്ക് പോണേന് മുന്നേ അടിച്ചേരിയൊക്കെ വൃത്തിയാക്കി പോയത്. രണ്ടൊക്കെ നമ്മളെ ജോലിയാണ് നന്നാക്കൽ. അപ്പൊ നന്നാക്കി നടക്കാം. അടിച്ചേരിയൊക്കെ കിട്ടും. അപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ചോണിയല്ലേ, ചക്ക ചോണി ചാക്കിലാക്കിയതുകൊണ്ട് വല്ലാതെ വാരാല്ല കേട്ടോ. ഇത് വൈകുന്നേരം കേട്ടോ. രാവിലെ നമ്മൾ ചക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും ഒരു പാത്രത്തേക്ക് എടുത്തത് എന്തിക്ക് വെള്ളം പാർന്ന് കൊടുത്താൽ നിന്ന് കലക്കിയെടുക്കാം. എന്തിനാ അറിയോ, ചക്ക പൊരിക്കാൻ. പുറത്തുനിന്നെ പോയി ഗ്യാസിൽ പോയാണ് കത്തിച്ചു കൊടുക്കും. എങ്ങനെ പെയ്തിട്ട് ഇടക്കിടക്ക് അടുപ്പോട് കത്തി പിടിച്ച് കിട്ടാൻ പാടില്ല. വൈകുന്നേരമായിട്ടത് രാവിലെ ഒന്നും ഈ അടുപ്പ് തിരിച്ച് മൂട്ടിയിട്ടില്ല. കാരണം ഇനി ഞങ്ങളിത് ഇവിടെ ചോറുണ്ടാക്കിയില്ല. ചക്ക കൂട്ടാനും ഉണ്ടാക്കി. ഇന്നത്തെ ചോറ് ബാക്കി ഉണ്ടായില്ല. അപ്പം ആ ചോറ് ബാക്കിച്ച് നമുക്ക് നമ്മൾ സ്റ്റാൻഡ് എടുക്കാൻ പോവാം. പെരുങ്കത്ത് കത്തുന്നില്ലേ. ചക്കപ്പരൊക്കെ എങ്ങനെ അടുപ്പത്ത് വെച്ചുമ്പോഴേ മുതലാവുള്ളൂ. ഗ്യാസിലൊന്നും വെച്ചാൽ മുതലാവുള്ളൂ. വെച്ചെടുക്കാം. എങ്ങനെയും വെക്കപ്പെടായ എണ്ണൊക്കെ നല്ലോണം ചൂടാൻ തുടങ്ങി കിട്ടുമോ. രാവിലെ നമ്മൾ അരിഞ്ഞ് വെച്ച ചക്ക ഓണായി കുത്തി ഓണാത്ത് ഇട്ടൊന്നും കണ്ടില്ലേ, അറിയില്ല. അതിൻ്റെ സിനിമകളെ കോളാക്കി വെച്ചാൽ നോക്കി ഉണ്ടാക്കിയാ ഇതാവുമ്പോൾ എടുക്കാം. എണ്ണയൊക്കെ ചക്ക ഇട്ട് കൊടുത്താണ്ട് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പ് കലക്കി വെള്ളം പാർന്ന് കൊടുത്തത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. ഇനി അടുത്ത് ഞാൻ കാട്ടിത്തരാം. ഗ്യാസിന് വെച്ചാലേ ഇത് മുതലാവില്ല. ഗ്യാസ് പെട്ടെന്ന് കഴിയും. ഇങ്ങനെ അടുപ്പത്തായാൽ എളുപ്പമായിട്ടില്ല. വിറക് അങ്ങനെ ചകിരും വിറകും വെച്ച് കൊടുത്താൽ മതിയല്ലോ. ഇതുണ്ടായാലും ഡാൻസൊക്കെ എടുക്കാൻ പറ്റില്ല. അതിൽ എണ്ണയിൽ ഇട്ടത് നമുക്ക് പൊരിയുമ്പോൾ അടുത്ത ചൂടൊക്കെ നിൽക്കാൻ പറ്റില്ലല്ലോ കേട്ടോ. ഇവിടെ വന്ന്
തിന്നു പോണേ പച്ചചാക്ക അവര് പൊരിച്ചണ്ടേ നല്ല പെട്ടുന്നുണ്ട്, നല്ലോണം പെട്ടുന്നുണ്ട്. ഒന്നല്ല നിൽക്കലതിനോ വീഡിയോ അതിൻ്റെ എടുത്തൂടി. നമ്മളാകെ 2 GB ഉള്ളത്. കുറച്ച് പോർഷൻ ഇടാൻ പറ്റും. നിങ്ങൾക്ക് കാണലും യൂട്യൂബിലേക്ക് വീഡിയോ ഇടലും ഒക്കെ പാടെ നടക്കൂല. അപ്പോൾ കുറച്ച് വീഡിയോ അല്ലേ ഇടാൻ കഴിയുള്ളൂ. ഇളക്കി കൊടുക്കട്ടോ. എത്തിനാച്ചാൽ വെറുതെ ഒരു രസം. എനിക്ക് ഇളക്കി കൊടുക്കണം തോന്നുക. അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ പൊരിഞ്ഞോളല്ലോ. കുറച്ചേരം പൊരിക്കാനൊരു 10 മിനിറ്റ് ഒക്കെ ആവും കേട്ടോ. കുറച്ചായി കിട്ടണമെങ്കിൽ 10 മിനിറ്റ് ഒക്കെ ആവും. പെട്ടെന്നൊന്നും ആവൂല. ഹലോ റിഫ്ന, എടുക്കട്ടെ? എന്താ ടേസ്റ്റ് ആയിട്ടില്ല കേട്ടോ. എന്നാലും ഒന്ന് എടുക്കാൻ വരുമ്പേ ആക്കട്ടെ. മഴ പെയ്യത് കഴിയുമ്പോഴത്തെ പൊച്ച് കഴിയുമ്പോഴത്തേന് ചൂട് സാധനത് ഇത് ആദ്യത്തെ നമ്മൾ ഇട്ടത് പൊരിഞ്ഞിന് കേട്ടോ. പൊട്ടല് തുടങ്ങിയിട്ടില്ല. അപ്പൊ പിന്നെ ചട്ടോ ചക്ക കൂട്ടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഞങ്ങളിത് തരൂല. ആദ്യത്തെ പൊരിച്ചത് ഇപ്പനെ കഴിയൂട്ടോ. ക്ലാസ് കൊണ്ടൊക്കെ വരുന്നു. പോലാണ്ട് പോലെ ചൂടല്ലേ ഞാൻ തരാം. എന്റെ കൈ ചൂടാവൂലേ? എന്റെ കൈ ഇതിടുമ്പോ ഞാൻ പറയാം. ഈ ചൂട് ഇതിക്ക് വെട്ടെടുക്കട്ടോ കേട്ടോ. ആദ്യം എന്താ പറയുക, മായ വരുന്നുണ്ട്. തോരട്ടെടുക്കട്ടെ വേഗം കഴിയാൻ വേണ്ടിട്ട. മഞ്ഞപ്പൊടിന്റെ വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കുക. എല്ലായിടത്തും ആക്കി കൊടുക്കുക. എണ്ണ വെള്ളമൊന്നും ആവൂല. 2ാമത്തെ കേട്ടത്. ആദ്യത്തെ തിന്ന് കഴിഞ്ഞ് 2ാമത്തെ അതിലൊരു വരുമ്പോഴത്തെ തിന്ന് കഴിയോ? അതിൽ ഈ ഒരു ചക്കല്ലേ എന്നെ മാടി വിളിച്ചിട്ടുണ്ടോ? ആഹാ അയ്യോടൊന്നും വെക്കല്ലേ. നല്ല ചൂടല്ലേ? ചൂടാറിയിട്ടൊക്കെ തിന്നാ പോരെ. ഇവിടെ വെച്ച കാക്കച്ചാളം ഉണ്ടാവൂലേ? അടുത്ത ഇടുക. നേരത്തെ കുറച്ച് തോനിട്ടതുകൊണ്ടേ കുറച്ച് തോനായി. ഇങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടണം പോലെ പറയും. പൊട്ടണ ഇതേപോലെ അങ്ങോട്ട് പൊട്ടണം. പൊട്ടിപ്പോയി പടക്കോ പൊട്ടിക്കണ്ടോ? കേട്ട് അതെ അങ്ങനെ പൊട്ടണം. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ റെഡി ആവുമെന്ന് അറിയണ്ടേ.